കാലത്ത് നിലമ്പൂരിൽ ഒരു മന്ത്രിയെ കിട്ടാൻ പോവാണ്. സ്വരാജ് മന്ത്രിയാണ്. യുഡിഎഫിന്റെ കള്ളപ്രചരണങ്ങൾക്കെതിരെ, കൈക്കൂലി കേസിനെതിരെ കേരള ജനതയെ മുമ്പിൽ നിർത്തിയ കോൺഗ്രസിനെതിരെ ഒരു തിരിച്ചടിയാണ് ഈ ഇലക്ഷൻ. ഷൗക്കത്ത് പോരാ. ഞാനിപ്പോൾ LDF പ്രവർത്തകരുടെ ഇടയിലാണ്. അവരും വലിയ പ്രതീക്ഷയിലാണ്. തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് M സ്വരാജ് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് LDF പ്രവർത്തകർ. അവരിവിടെ ആവേശം കൊണ്ട് നൃത്തം ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സ്വരാജ് ജയിക്കില്ലേ? ആയിരങ്ങളും 2000 ഒന്നുമില്ല, 10,000-ന് മുകളിലാണ് അവർ ഭൂരിപക്ഷം. കാലത്ത് നിലമ്പൂരിൽ ഒരു മന്ത്രിയെ കിട്ടാൻ പോവാണ്. നിലമ്പൂരിൽ മന്ത്രിയെ കിട്ടാൻ പോകുന്നത് എവിടെയാ? മന്ത്രിയോ? സ്വരാജ് മന്ത്രിയാണ്. UDF മന്ത്രിയായിരിക്കും. 10,000 പോയിന്റ് മന്ത്രിയാവാണ്. വലിയ ആവേശത്തിലാണ് LDF-ന്റെ പ്രവർത്തകർ. അവരുടെ ആവേശം കൂടെ നൃത്തം ചെയ്യുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കും. 10,000-ന് മുകളിൽ ഭൂരിപക്ഷം ലഭിക്കുമെന്നും സ്വരാജ് മന്ത്രിയാവുമെന്നാണ് അവർ പറയുന്നത്. നമുക്ക് എന്തൊക്കെയാലും പ്രവർത്തകരുടെ ആവേശം നമുക്ക് എന്തൊക്കെയാണ് ദൃശ്യങ്ങൾ പതക്കണം. യുഡിഎഫിന്റെ കള്ളപ്രചരണങ്ങൾക്കെതിരെ, കൈക്കൂലി കേസിനെതിരെ കേരള ജനതയെ മുമ്പിൽ നിർത്തിയ കോൺഗ്രസിനെതിരെ ഒരു തിരിച്ചടിയാണ് ഈ ഇലക്ഷൻ. സ്വരാജ് വളരെ ശക്തമായ പുരുഷോട് അടിപൊളിയായിട്ട് മുമ്പോട്ട് ജയിച്ചു. നാട്ടിലെ പ്രവർത്തനം ഉഷാറായിട്ട് പോയി. സൂപ്പറായിട്ട് ജനങ്ങൾക്ക് ശുദ്ധമായ ഒരു വിശ്വാസമാണ് CPM ഉള്ളത്. അരുവാൾ ചുറ്റിയ എസ്ത്ര എന്ന് പറയുന്നത് പിണറായിന്റെ ജീവിതത്തിന്റെ കീഴിലുള്ള ശക്തമായ ഒരു പ്രചരണം കേരളം മുമ്പാകെ ജനങ്ങൾ നൽകുന്ന നല്ലൊരു വിജയമാണ് ഈ ഇലക്ഷൻ എന്ന് പറയുന്നത്. നിലമ്പൂരിലെ ഞങ്ങൾ കാഴ്ചവെക്കാൻ പോകുന്നത് ശുഭവിശ്വാസം. M സ്വരാജ് പിണറായി സർക്കാരിന്റെ വിലയിരുത്തലാണെന്നാ പറയുന്നത്. എന്തിനാ നിങ്ങൾക്ക് സംശയം? നിങ്ങളല്ലേ UDF അല്ലേ പറഞ്ഞത് സാധാരണക്കാരന് കൊടുക്കുന്ന 1,600 രൂപ കൈക്കൂലി ജനങ്ങളെ വഞ്ചിച്ചത്? UDF ആണെങ്കിലും BJP ആണെങ്കിലും LDF ആണെങ്കിലും കേരള ജനത നയിക്കുന്നത് സർക്കാരിന്റെ തുച്ഛമായ 1,600 രൂപ എന്ന് പറയുന്നത് കള്ളപ്രചരണങ്ങൾ കൂടെ കൈക്കൂലി എന്ന് പറഞ്ഞ ജനങ്ങളെ വഞ്ചിച്ച UDF എങ്ങനെ വോട്ട് ചെയ്യും? സൂപ്പർ. ഷൗക്കത്ത് പോരാ. സ്വരാജ്